ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗ് ഉണ്ടായിരുന്നു, ബട്ട് സെക്കൻഡ് ഹാഫ് കത്തിക്കീറും തന്നെ പറയാം, കിടിലായിരുന്നു. അല്ല ഒരുപാട് വയലൻസ് ഒന്നുമില്ല, ഹൊറർ എന്ന് പറഞ്ഞാലും ജസ്റ്റ് ആ ഒരു കൺസെപ്റ്റ് കാണിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. കുഴപ്പമില്ല ബ്രോ, കൊള്ളായിരുന്നു. അത്യാവശ്യം ഹൊറർ എലമെൻറ്റ്സ് എല്ലാം കൊള്ളായിരുന്നു. ഫാമിലിയെ കാണാൻ പറ്റത്തില്ലെന്ന് പറയാം. ആർ-റേറ്റഡ് ഫിലിമാണ്, ഭയങ്കര വയലൻസ്. പിന്നെ കുഴപ്പമില്ല, നല്ല പടമല്ല, കിടലം പടം. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗ് ഉണ്ടായിരുന്നു, ബട്ട് സെക്കൻഡ് ഹാഫ് കത്തിക്കീറും തന്നെ പറയാം, കിടിലായിരുന്നു. നല്ല മേക്കിംഗ് ആണ്, വാമ്പയേഴ്സിൻ്റെ സ്റ്റോറിയാണ്. പക്ഷേ തുടക്കം ഒരു പ്രോഗ്രസ് തന്നെ കണ്ടാൽ നമുക്ക് ഇങ്ങനെ വിചാരിക്കത്തില്ല ഹൊററാണെന്ന് വിചാരിച്ചത്. പക്ഷേ പ്രോഗ്രസ് ചെയ്യുന്നതോറും ലാസ്റ്റൊക്കെ അടിപൊളിയാണ്, ക്ലൈമാക്സ് ആയിട്ടൊക്കെ നൈസ് എടുത്തിട്ടുണ്ട്. നല്ല മേക്കിങ്, ബഡ്ജറ്റൊക്കെ അടിപൊളിയാണ്. മൈക്കിൾ ബി ജോർഡൻ്റെ ആക്ഷനൊക്കെ വേറെ ലെവലായിട്ടാണ് ഉള്ളത്. കൊള്ളാം, നല്ല പടം. മേക്കിംഗ് വൈസ് ഗംഭീരമായിട്ടുണ്ട്, നല്ല പടമാണ് കേട്ടോ, കാണാൻ മസ്റ്റ് വാച്ച് തന്നെ പറയാം. കൊള്ളാം, പടം കുഴപ്പമില്ലായിരുന്നു. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിരുന്നു, എൻഡിങ് സൂപ്പറായിരുന്നു. ബേസിക്കലി ഒന്നുമില്ല, ജസ്റ്റ് ഒരു ടിപ്പിക്കൽ വെസ്റ്റേൺ മൂവി എന്ന് പറയാം, അത്രേ ഉള്ളൂ. ആക്ഷൻ അടിപൊളി, വയലൻസ് അധികമാണെന്ന് പറയാം, ഭയങ്കര വയലൻറ്റ് മൂവിയാണ്. കൊച്ചു പിള്ളേർക്ക് പടമല്ല, അഡൽട്ട്സ് മൂവിയാണ് എന്ന് പറയാം, അത്രേ ഉള്ളൂ. ഫാമിലിയായിട്ട് പറയാൻ പറ്റും, ഫാമിലിയെ കാണാൻ പറ്റത്തില്ലെന്ന് പറയാം. ആർ-റേറ്റഡ് ഫിലിമാണ്, ഭയങ്കര വയലൻസ്. പിന്നെ കുറേ ആർ-റേറ്റഡ് സീൻസ് ഉണ്ട്. മൊത്തത്തിൽ ഓവറോൾ ഗുഡ്, വാച്ചബിൾ മൂവിയാണ്. മേക്കിംഗ് ഹൈ ക്വാളിറ്റി പ്രൊഡക്ഷൻ, വേറെ ലെവൽ പ്രൊഡക്ഷനാണ് പടത്തിന് പോരായ്മകളൊന്നുമില്ല. പടം നല്ല ഫ്ലോ ആണ്. കമ്പാരിറ്റീവ്ലി പഴയ ഡയറക്ടറിൻ്റെ പേര് റയൻ കൂഗ്ലറാണ്, ബ്ലാക്ക് പാന്തർ എടുത്ത സിനിമസൊക്കെയാണ്. ഡയറക്ടറിൻ്റെ ഉദ്ദേശം ഇത് വൺ ഓഫ് ബെസ്റ്റ് മൂവീസ് എന്ന് പറയാം, വൺ ഓഫ് ഹിസ് ബെസ്റ്റ് വർക്ക്സ് എന്ന് പറയാം. നല്ല പടം, ആക്ഷനൊക്കെ കൊള്ളായിരുന്നു, നല്ലായിരുന്നു. മൊത്തത്തിൽ പൈസ വസൂലായിരുന്നു പടം, കാണാനുള്ളതുണ്ട് തിയേറ്ററിൽ. റോള് കൊള്ളാം, വെർത്താണ് തിയേറ്ററിൽ വന്ന് കാണുന്നത്. നല്ല മൂവിയാണ്, ഓക്കെ ആയിരുന്നു. നല്ല സിനിമാറ്റോഗ്രാഫി, നല്ല സ്റ്റോറി, ലൈക്ക് ഒരു കണ്ടുകൊണ്ടിരിക്കാൻ നല്ലൊരു പടം, ബോറടിക്കില്ല, എൻ്റർടൈനിങ് പടം. നല്ല പടം, കുഴപ്പമില്ല, ഓക്കെ പടം. വലുതായിട്ടില്ല, അവസാനത്തെ ഒരു ഭാഗം മാത്രം. കൊള്ളാം, നല്ല പടം. റയൻ ക്ലൂഗറിൻ്റെ സ്ഥിരം മേക്കിംഗ് ആയിട്ട് എടുത്തിട്ടുണ്ട്, നല്ല റിസോർട്ട് എടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് കുറേ വയലൻസ് ഉണ്ട്, വാമ്പയർ ആണ് മൂവി മൊത്തത്തോടുള്ളത്. ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ഇതാകണ്ട, പക്ഷേ സെക്കൻഡ് ഹാഫ് മൊത്തത്തോടെ അത് മാറ്റിയിട്ടുണ്ട്. ആക്ഷനൊക്കെ കൊള്ളാം, ആക്ഷനും മ്യൂസിക്കൊക്കെ അടിപൊളിയാണ്. എടുത്തു പറയാനുള്ളത് മൈക്കിൾ ബി ജോർഡൻ്റെ അഭിനയം. പിന്നെ ഒരു സിംബോളിക്കായിട്ടാണ് എടുത്തേക്കുന്നത് ആ ഒരു പടം കാണിച്ചിരിക്കുന്നത്. വാമ്പയർ ഇത് കാണിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം സിംബോളിക്കായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അത് നല്ല രസമുണ്ട് കാണാൻ, കൊള്ളാം. കൊള്ളാം, നല്ല പടം. കൊള്ളാം, കുഴപ്പമില്ല, അത്യാവശ്യം നല്ലതായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അല്ല ഒരുപാട് വയലൻസ് ഒന്നുമില്ല, ഹൊറർ എന്ന് പറഞ്ഞാലും ജസ്റ്റ് ആ ഒരു കൺസെപ്റ്റ് കാണിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. എടുത്തു പറയത്തക്ക രീതിയിൽ ലൈക്ക് സിനിമാറ്റോഗ്രാഫി കൊള്ളാം, ഇത് തന്നെ കളർ ഗ്രേഡിങ് ഒക്കെ നല്ല പടം, കൊള്ളാം. കുഴപ്പമില്ല ബ്രോ, കൊള്ളായിരുന്നു. അത്യാവശ്യം ഹൊറർ എലമെൻറ്റ്സ് എല്ലാം കൊള്ളായിരുന്നു, മ്യൂസിക് എല്ലാം കൊള്ളാം. തിയേറ്റർ വന്നിരുന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. വയലൻസ് ഒക്കെ അത്യാവശ്യം ഉണ്ട്, കുഴപ്പമില്ല. പിന്നെ ആക്ടിങ് എല്ലാം കൊള്ളായിരുന്നു, മൈക്കിൾ ബി ജോർഡൻ്റെ എല്ലാം ആക്ടിങ് എല്ലാം കൊള്ളാം. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം.